ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫാമിലി ട്രിപ്പിൻ്റെ വ്ളോഗായിട്ടാണ്. ഇപ്പോൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ എല്ലാവരും. അങ്ങനെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു ഊട്ടിയിലേക്കും മൈസൂരിലേക്കും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ രാവിലെ ഒരു 6 മണിക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 5 മണിക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ തലേ ദിവസം ഞങ്ങൾ കിടക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ നീക്കാനും നേരം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒരുങ്ങി ഇറങ്ങണമെങ്കിൽ തന്നെ ഒരു പണിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഓരോരോ കാരണങ്ങളായിട്ട് അതങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോവും. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുള്ളി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഒന്നാമത് നമ്മൾ കുട്ടികളായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആകെ ടയേർഡായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ യാത്രയിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആ യാത്രയുടെ ഒരു ഫീല് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ലിസുമോള് കുറേ ടൈം ഉറങ്ങായിരുന്നു വണ്ടിയിൽ ഇരുന്നിട്ട്. പിന്നെ ഇവിടേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ അവളെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവളും എൻ്റെ അനിയത്തിയും പുറത്തോട്ട് അങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ, എന്തെങ്കിലും മൃഗങ്ങളെ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ മൈസൂരിൽ എത്തിയിട്ട് ആദ്യം മൈസൂർ സൂയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ ലിസുമോൾ അതിലേറെ ഹാപ്പിയായി. കാരണം അവൾ ബുക്കിൽ കണ്ടുപഠിച്ച മൃഗങ്ങളെയൊക്കെ അവൾ നേരിട്ട് കാണല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഇതിൽ ലിസുമോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ലിസുമോൾ മാറി മാറി എടുക്കാൻ അനിയന്മാരും എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബൃന്ദാവൻ ഗാർഡനിലേക്കായിരുന്നു, അവിടുത്തെ ലൈറ്റ് ഷോ കാണാനായിട്ട്. പിന്നെ ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഓരോ ചോളൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൈറ്റ് ഷോ നടക്കുന്ന അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എത്തിയതോടെ ഞങ്ങൾ കുറേ ബാക്കിലാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അവിടേക്കും കുറേ നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ലിസുമോളൊക്കെ ഉണ്ടായതോടെ തന്നെ ഞങ്ങൾ പതുക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. റൂം കണ്ടപ്പോൾ ഭയങ്കര ആശ്വാസമായി കേട്ടോ. കാരണം കിടന്നാൽ മതി എന്നായിട്ടുണ്ടായിരുന്നു. നടന്ന് ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂമൊക്കെ നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. പിന്നെ അതേ പിറ്റേ ദിവസം റെഡി ആയിട്ട് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മസനഗുഡി വഴിയാണ് ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. വീഡിയോയിൽ പറയുന്നത് പോലെ നല്ല വൈബ് തന്നെയാണ് കേട്ടോ, കാണാനായിട്ട് അടിപൊളിയാണ്.
അപ്പോൾ ഇത് ഊട്ടിയിലെത്തിയപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളിയാണ്. ഇതേപോലെ മഞ്ഞ് മൂടിയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ലിസുമോളായിട്ടായിരുന്നു കേട്ടോ ചെറിയ പേടി, കാരണം അവൾക്ക് പോരുമ്പോൾ തന്നെ ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇനി അത് കൂടുമെന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു, പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ട് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് കർണാടക ഗാർഡനിലേക്കായിരുന്നു. അവിടെ കാണാനായിട്ട് അടിപൊളിയാണ്. കാര്യമായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടില്ല, അതൊക്കെ അവിടെ നിന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആദ്യം ഇങ്ങോട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വല്ലാതെ ലേറ്റ് ആവാതെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രാത്രിക്കൽക്കുള്ള ഫുഡൊക്കെ വീട്ടിലേക്ക് പാർസൽ മേടിച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.